ഓണം പ്രമാണിച്ച് ഓരോ ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുപാട് ഓണം കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് അകത്ത് പോയിട്ട് ഓരോന്ന് പരിചയപ്പെടാം. ഹായ്, ഹലോ. ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഓണത്തിന് കുറെ കളക്ഷൻസ് നമ്മുടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാലോ? ഓക്കെ. അപ്പോൾ നമുക്ക് കുറെ കളക്ഷൻസ് നമുക്ക് ഓണായിട്ട് ഇവിടെ ഓരോയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ട്രഡീഷണൽ കളക്ഷൻസ് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ കുഞ്ഞുമാല നോക്കാം. അതെ, അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പൊ ഇരിക്കണതേ, ഇപ്പൊ ഇവിടെ നമുക്ക് കാശിമാലയുണ്ട്, നാഗപട ഉണ്ട്, പാലക്കയുണ്ട്, മുല്ലമുട്ടുണ്ട്. അങ്ങനെ ഓണായിട്ട് നമുക്ക് കുറെ ട്രഡീഷണൽ കളക്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ വെസ്റ്റ് വരുന്ന മാല വെച്ച് കഴിഞ്ഞത് ചെറിയ നാഗപടത്തിൽ വരുന്ന ചെറിയ മാലയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് നമുക്ക് 1 പവനിലാണ് വരുന്നത്. അത് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ്. എനിക്ക് തോന്നുന്നത് ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കൊക്കെ ഒരുപോലെ സ്റ്റൈൽ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു മാല തന്നെയാണ്. ഓണത്തിനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സാരിയുടെ ഈ പട്ടുപാവാട തുടങ്ങിയ എല്ലാ ഡ്രസ്സിന്റെ സിമ്പിൾ ആയിട്ട് എല്ലാ ട്രഡീഷണൽ അറ്റയറിന്റെ കൂടെ മാച്ച് ആയിട്ട് പോകുന്ന ഒരു മാലയാണ് കേട്ടോ. ഇതില് പാലക്ക അല്ലെ, പാലക്ക സ്റ്റോണില് റെഡ് സ്റ്റോണും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, ആ കൂടി നമുക്ക് 8 ഗ്രാമേ വരുന്നുള്ളൂ. ആ ചെയിൻ 8 ഗ്രാമിലാണ് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയിൻ വരുന്നത്. നമുക്ക് ട്രഡീഷണൽ അറ്റയറിന്റെ കൂടെ നല്ല ഭംഗിയിൽ നമുക്ക് മാച്ച് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. നമുക്കിനി അടുത്ത നോക്കിയാലോ. ഇതൊരു പ്രത്യേക ഭംഗിയുള്ള ഒരു മാലയാട്ടോ. ഒരു കഥകളി ഡിസൈൻ വരുന്നുണ്ട്. ട്രഡീഷണൽ കളക്ഷനിലാണ് ഇത് വരുന്നത്. ഒന്ന് എടുത്ത് കാണിക്കാമോ? ട്രഡീഷണൽ കളക്ഷനോട് കൂടി വരുന്നതാണ്. ഇതിന്റെ മെയിൻ പാർട്ട് വരുന്നത് ഇതിന്റെ ലോക്കറ്റ് തന്നെയാണ് കേട്ടോ. ഒരു കഥകളി ഡിസൈൻ ആണ് ഇത് വരുന്നത്. ആൻഡ് ഇതില് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു റെഡ് കളർ സ്റ്റോൺ ആണ് അല്ലേ? അതിന്റെ ചെയിൻ നമുക്ക് ചെറിയൊരു മാങ്ങ ഷേപ്പ് വരുന്ന ചെയിൻ ആണ് നമുക്ക് വരുന്നത്. ഇതിന്റെ ചെയിനില് മാങ്ങ ഡിസൈനും കൂടി വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലയാണ് കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. എല്ലാ ഡ്രസ്സിന്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്തിടാൻ പറ്റുന്ന ഒന്നാണ്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് അടുക്ക് കാശാണ്. അടുക്ക് കാശ്. അതെ, അടുക്ക് കാശിൽ വരുന്ന നമുക്ക് ഒരു ചെയിനാണ് നമുക്ക് അടുത്ത് വരുന്നത്. എടുക്കാവോ? ഇത് നമുക്കധികം അടുത്തടുത്ത് നിൽക്കുന്നുണ്ടാണ് ഇതൊരു കാശിമാല അല്ലെ? കാശിമാലയുടെ ഒരു സ്റ്റൈല് വരുന്ന ഒരു മാലയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അതെ, അടുത്ത നമുക്ക് ഒരു ചെറിയ ബംഗാളി ഫിനിഷിങ്ങോട് കൂടി വരുന്ന പാലക്ക സ്റ്റോൺ വെച്ചിട്ടുള്ള ബംഗാളി ഫിനിഷോട് കൂടി വരുന്ന ഒരു ചെറിയ നെക്ലേസ് ആണ്. കുഞ്ഞു നെക്ലേസ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഒരു പാലക്ക ഡിസൈൻ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ നല്ല വലിയ ലോക്കറ്റ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ടോ. കണ്ടോ, കുഞ്ഞു കുട്ടികൾക്കും വലിയ ആളുകൾക്കൊക്കെ ഒരുപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാലയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്ന ഒന്നാണ് നമുക്കിത്. പാലക്കയില് തന്നെ നമുക്ക് ബ്ലൂ സ്റ്റോൺ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ബ്ലൂ സ്റ്റോൺ വരുന്നത്. ഇപ്പൊ ഓണത്തിനൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം മൊത്തം ഈ ഒരു അറ്റയുടെ മാച്ച് ആയിട്ട് ഇടാൻ പറ്റുന്നതല്ലേ? അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരെ ഗ്രീൻ പാലക്ക തന്നെ ആയിരിക്കും. കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് റെഡ്. ഓക്കെ, അതായത് നമ്മളിപ്പോ കൂടുതലും കാണുന്നത് ഗ്രീൻ കളർ പാലക്കയാണ് അല്ലെ? എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇതൊരു ബ്ലൂ സ്റ്റോണിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. പുള്ളി പാലക്ക വരുന്നത് അല്ലേ? അതായത് നമുക്കറിയാം പാലക്ക എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ഔട്ട് ആവാത്തൊരു മാലയാണ്. അന്നും ഇന്നൊക്കെ ഒരുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാലയാണ് പാലക്ക. അപ്പൊ ഇത് ഫുൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ പാലക്ക അല്ലേ? ഗ്രീൻ പാലക്കയാണ്. അതിൽ നമുക്ക് നാഗപടം എന്നാണ് നമ്മൾ ഈ നെക്ലേസിനെ പറയാ. അതിന്റെ ഷേപ്പിനാണ്. അതെ, നാഗപടമാണ് നമുക്ക് ഈ നെക്ലേസ് വരുന്നത്. സ്റ്റോൺസ് യൂസ് ചെയ്തത് പാലക്ക സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് പാലക്കയാണ്. നമ്മൾ ഈ നെക്ലേസിനെ പറയുന്നത് നാഗപടം എന്നാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നാഗപടത്തിന്റെ കുറച്ച് വലിയ നെക്ലേസ് ആണ് നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലേസ് ആണ് കേട്ടോ. കഴുത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നെക്ലേസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ഇത്രയും ജ്വല്ലറീസ് ഇവിടെ വെച്ചപ്പോഴേക്കും എന്റെ കണ്ണ് പോയത് ഈ ഒരു മാലയിലോട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. നെക്കൊക്കെ നിറഞ്ഞു കിടന്നോളും മൊത്തത്തില്. നമുക്ക് ഇത് കാണുമ്പോ ഉള്ള ഫീൽ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. കാണുന്ന ഫീൽ ഒന്നും ഇല്ല. വെയിറ്റ് കുറവ് തന്നെയാണ് വരുന്നത്. വെയിറ്റ് കുറവിലാണല്ലേ വരുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു റെഡ് സ്റ്റോൺ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. എനിക്ക് തോന്നുന്നു കഴുത്തിങ്ങനെ നിറഞ്ഞു നിൽക്കും. നമ്മൾ ഏത് ഡ്രസ്സിന്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഓണക്കല്ലേ? അപ്പൊ ഒരു സാരിയുടെ നെക്ലേസ് മാത്രം മതി. ഓണത്തിനൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ ഒരൊറ്റ നെക്ലേസ് മാത്രം മതി, വേറെ ഒന്നും വേണമെന്നില്ല. കാരണം നമ്മുടെ കഴുത്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കും കേട്ടോ. അതെ, നമുക്ക് ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയിട്ടാണ് ഇത്. ആൻഡ് നമ്മൾ ഇത്രയേരം പാലക്ക മാലകളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് പാലക്ക ബാംഗിൾസ് നോക്കിയാലോ. ഇത് നോക്കി, ഈ കാണുന്നതെല്ലാം പാലക്കയിൽ വരുന്ന ബാംഗിൾസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ട്രഡീഷണൽ ബാംഗിൾസ് ആണ്. നമുക്ക് പാലക്ക വരുന്നുണ്ട്, ഒപ്പം തന്നെ 2 ലക്ഷ്മി വളകളും വരുന്നുണ്ട്. ലക്ഷ്മി വള അന്നും ഇന്നൊക്കെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു വളകളാണ്. ലക്ഷ്മി വളയും ഇത് പാലക്ക വരുന്ന ബാംഗിൾസ്.
ഡീറ്റെയിൽസ് അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ ബംഗാളി നെക്ലേസുകളാണ് ഇതൊക്കെ വരുന്നത്. അതും പാലക്ക സ്റ്റോൺ യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ കൃഷ്ണന്റെ പെൻഡന്റ് വരുന്ന കണ്ടില്ലേ, നമ്മൾ അധികം കണ്ടുവരാത്തൊരു നെക്ലേസ് കൂടിയിട്ടാണ് ഇത്. പാലക്ക സ്റ്റോണിൽ നമ്മൾ ചെയ്തു വരുന്ന ഒരു ബംഗാളി നെക്ലേസ് ആണ്. അതെ അതെ. ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കൃഷ്ണന്റെ രൂപമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ഓക്കെ, ഇതൊരു വെറൈറ്റി കാശിമാലാണ്. ഞാൻ ഇങ്ങനത്തെ കാശിമാല കാണുന്ന ആദ്യമായിട്ടാണ്. റെഡ് സ്റ്റോൺ ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക്കറ്റിലൊരു സരസ്വതി ദേവിയുടെ ലക്ഷ്മി വരുന്നതാണ്. ഇത് നമുക്ക് വരുന്നത് ആകെ 1.5 പവനിലാണ് നമുക്ക് ഇത് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാശിമാലയാണ്. അറിയാലോ, പണ്ട് തൊട്ടേ കാശിമാലൊക്കെ നമുക്ക് ട്രെൻഡിങ് ആണ്. ഇത് അതിന്റെ തന്നെ സിംഗിൾ ട്രെൻഡ് ഔട്ട് ആയിട്ടില്ല സത്യം പറഞ്ഞാൽ. അന്ന് ഇന്നൊക്കെ കാശിമാല പാലക്കൊക്കെ ട്രെൻഡിങ് തന്നെയാണ്. ഇപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം തന്നെയാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മുല്ലമുട്ടുമാലയാണ്. സൂചി മുല്ല എന്നാണ് നമ്മളിവിടെ പറയാറ്. മുല്ലമുട്ട് കാണാൻ തന്നെ ഒരു മുല്ലമുട്ടിന്റെ ഒരു ഫീൽ ഉണ്ട് സത്യം പറഞ്ഞാല്. മുല്ലച്ചെയിൻ തന്നെയാണ് പണ്ട് തൊട്ടേ മുല്ലച്ചെയിൻ തന്നെയാണ് പറഞ്ഞു വരുന്നത്. നമ്മളിവിടെ സൂചിമുല്ല എന്നാണ് ഇതിനെ പറയുന്നത്. സൂചിമുല്ല സത്യം പറഞ്ഞാൽ സൂചിമുല്ലയുടെ ഒക്കെ ഒരു ലുക്കുള്ള ഒരു മാലയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട്. ഇത് എത്ര ഗ്രാമിലാണ് വരുന്നത്? ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ലൈറ്റ് വെയിറ്റിൽ തന്നെയാണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് ഏകദേശം ഇപ്പോൾ ഇതിന്റെ വെയിറ്റ് വരുന്നത് നമുക്ക് 2.5 പവനോളം വരുന്നുണ്ട്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ വെയിറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് എല്ലാ ഡ്രസ്സിന്റെ കൂടെ ട്രഡീഷണൽ ഏറ്റവും കൂടുതൽ മാച്ച് ആയിട്ട് പോകുന്ന ഒരു മാലയാണ് സൂചിമുല്ല എന്ന് പറയുന്നത്. ഈ മുല്ലമുട്ട് മാല നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെ, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്നല്ലോ. ഇതിപ്പോ നമുക്ക് 2.5 പവന്റെ മുകളിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് അത് ചെയ്യാവുന്നല്ലോ. അപ്പൊ ഇത് മാത്രല്ല കേട്ടോ, ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, ട്രഡീഷണൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം ഓരോ ഗോൾഡിനോട് നിങ്ങൾ കളർ ആക്കുക. അപ്പൊ ഓരോ ഗോൾഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓരോ ഗോൾഡ് ഡയമണ്ട്സിനൊക്കെ ഹാപ്പി ആണ്. ഓരോ ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. മാനുഫാക്ചറർ, ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ.